വിട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവർക്ക് നാശമാണ് ഫലം. ഇതെല്ലാം അനിത്യമാണെന്ന് ബോധ്യപ്പെടണം. അതിനുവേണ്ടി അദ്ദേഹം 100 അശ്വമേധ യാഗങ്ങൾ നടത്തി. 99 നടത്തിയപ്പോഴേക്കും ഇന്ദ്രൻ അത് തടയാൻ വന്നത്ര. ഇന്ദ്രനെ കൊല്ലാനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ബ്രഹ്മാവും ഭഗവാനും ഒക്കെ വന്ന് അനുഗ്രഹിച്ചു. ഏകമാണ് ശതക്രതു എന്ന അവാർഡൊക്കെ കൊടുത്ത് ആ പൃഥുവിനെ അനുഗ്രഹിച്ചു. ആ പൃഥു മഹാരാജാവ് വീണ്ടും ജനങ്ങളെയൊക്കെ വിളിച്ച് ചേർത്ത് എന്ത് പറഞ്ഞെന്നറിയോ? നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്തു എന്നാണ്. കാരണം ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കേണ്ടത് ഒരു രാജാവിൻ്റെ കടമയാണ്. അതേപോലെ തന്നെയാണ് ഒരച്ഛൻ്റെ കടമയാണ് തൻ്റെ കുട്ടികൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതേപോലെ ഇവിടെയും നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്തു. അത് ആദ്യം പറഞ്ഞാൽ എന്താണെന്നറിയോ? യൽ പാദസേവ അഭിരുചി തപസ്സിനാം അശേഷ ജന്മോപതിജം മലം ധിയ. ജനങ്ങളെ ഈശ്വരനെ ഭജിക്കണമെന്ന് തോന്നിയാലേ മതി എന്നാണ്. ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ അപ്പോഴേ ഇല്ലാണ്ടാവും. അപ്പോൾ ഭഗവാനെ വേണ്ട മാതിരി ഭജിച്ചാലോ? എന്നാൽ സംസതിയും ക്ലേശവഹാം ഭവദ്യേ. നിങ്ങൾക്കൊരിക്കലും ഈ സംസാരത്തിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. അത് മാത്രമല്ല, അഹങ്കാരമാണ് നമുക്ക് എല്ലാ ദുഃഖം ഉണ്ടാക്കണമെങ്കിൽ ആ അഹങ്കാരത്തിനെ വെടിയാൻ സാധിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് അതിസുന്ദരമായിരിക്കുന്ന ഉപദേശങ്ങൾ കൊടുത്തു. അങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സനകാദി യോഗീശ്വരന്മാർ മുമ്പിൽ പ്രത്യക്ഷമായി. അവരെ പൂജിച്ചുകൊണ്ട് ചോദിച്ചു അത്രേ, ഇനി എന്ത് ചെയ്യണം? ക്ഷേമം നേടാൻ എന്താണ് വേണ്ടത്? ശ്രേയസ് നേടാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം മാത്രം മതി. സാ ശ്രദ്ധയാ ഭഗവൽ ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച. 22-ാമത്തെ അധ്യായത്തിൽ മനോഹരമായിരിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇത് തന്നെ വർണ്ണിച്ചാൽ കുറേ നേരം പറയാനുണ്ട്. അതിൽ ആദ്യം പറഞ്ഞാൽ എന്താ? സാ ശ്രദ്ധയാ ഭഗവൽ ധർമ്മചര്യയാ. പ്രായം കൂടി വരും തോറും നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങൾ കൂടി വരും. കാരണം എന്താ? എനിക്ക് മുമ്പ് വന്നവർ, എൻ്റെ ഒപ്പം പഠിച്ചവർ, എനിക്ക് ശേഷം വന്നവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവണം? പ്രായം കൂടി വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും വിഷമം. എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ മരിച്ചു പോണ കാണുന്നു, എനിക്ക് മുമ്പേ വന്നവർ നമ്മുടെ കാരണന്മാരൊക്കെ പോണ കാണുന്നു, എനിക്ക് ശേഷം വന്ന ആളുകൾ എത്രയോ പേര് പോയി കഴിഞ്ഞു അല്ലേ, നമ്മുടെ പ്രായമില്ലാത്തവരൊക്കെ പോയി കഴിഞ്ഞില്ലേ. ഇങ്ങനെ പോണ കാണുമ്പോൾ അവരെയൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അതുകൊണ്ട് എന്തുണ്ടാവും? എനിക്കും ഈ ഒരവസ്ഥ വരില്ലേ? എപ്പോഴും വയസ്സായാൽ എൻ്റെ വയസ്സായാലുള്ള കുഴപ്പം വൃദ്ധസ്ഥാവൽ ചിന്താമഗ്ന. വയസ്സായാൽ നമുക്ക് പ്രശ്നം എന്താ? ഇനി എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കും അറിയില്ല. എപ്പോഴും പറയണത് അങ്ങനെയല്ലേ, ഞാൻ പോവാറായി എന്തിനത് പറയണതെന്ന് വെച്ചാൽ തന്നെ പേടിയും കൊണ്ടോ. അപ്പോൾ പോകുമെന്നുള്ള പേടിയാണ്. എല്ലാവരും പോയാലും ഞാൻ പോകരുതെന്നല്ലേ നമുക്ക് മോഹം. പക്ഷേ പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സത്യമായിട്ടുള്ള കാര്യം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള കാലം എത്ര നേരം ഇല്ല നമുക്ക്. അടുത്ത നിമിഷത്തെ കഥ നമുക്കറിയില്ല. അതുകൊണ്ട്